മനുഷ്യന് പ്രായം കൂടി വരും. അതോടൊപ്പം അവനോടൊപ്പം പ്രായമായി വരുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അൽ ഹിർസു വതൂലുൽ അമൽ. ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾ. കുറെയൊക്കെ ആയില്ലേ, ഇനിയൊക്കെ ഒന്ന് നിർത്തിയിട്ട് വേറൊരു മേഖലയിലേക്ക് പ്രവേശിക്കാനായില്ലേ എന്നാരെങ്കിലും പറഞ്ഞാൽ ഉടനെ നാം പറയും അതിന് എത്ര സമയം ബാക്കിയുണ്ട്. നീണ്ട ആഗ്രഹങ്ങൾ, അത്ര ആഗ്രഹങ്ങൾ ആവശ്യമില്ല, നടക്കും തോന്നുന്നില്ല. അത് കൂടുന്നതിനനുസരിച്ച്, പ്രായം കൂടുന്നതിനനുസരിച്ച് ആ താല്പര്യങ്ങൾ ഇങ്ങനെ കൂടി വരും. വളരെ ചുരുക്കം ചില ആളുകൾ പറയും കാര്യമായ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇനി ഈമാൻ സലാമത്തായ അങ്ങ് പിരിയാൻ മതി, ദ്വാരക്കണം. ആഗ്രഹങ്ങൾ വേണ്ടാന്നല്ല, അല്ലാഹു തആല കുറേ കാര്യങ്ങൾ നിറവേറ്റിക്കൊടുത്തിട്ടും ഇനിയും തീരാത്ത ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ആ ആഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ, അയാളുടെ പ്രായവുമായി തട്ടിച്ചു നോക്കുമ്പോൾ അതത്ര വേണ്ട ആഗ്രഹങ്ങളും അല്ല. ഹജ്ജിന് പോകാൻ കഴിയാത്ത ആള് എത്ര പ്രായം കൂടിയാലും ആ ആഗ്രഹം നിലനിർത്തുന്നത് നല്ലതാണ്. ദ്വാരക്കുന്നതും തൗഫീഖിന് വേണ്ടി കേഴുന്നതും വളരെ നല്ലതാണ്. സുന്നത്തായ അമല് കൂടിയാണ്. ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇപ്പോഴുള്ള ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അയാൾക്ക് ഇത്രയും ആയിട്ടും സുഖാനുഭൂതികളെ കൊണ്ട് നിറഞ്ഞ ഒരാഗ്രഹം ഇനിയും തീർന്നിട്ടില്ല. ഇത്രയൊക്കെ ആയില്ലേ, അള്ളാഹു ഇത്രയൊക്കെ തന്നില്ലേ, അതൊന്നും പോരാ, ഇനി എന്തെല്ലാം മാർഗങ്ങൾ ഇനിയും മുന്നിലുണ്ട്. ഈ ആഗ്രഹങ്ങൾ ഇങ്ങനെ കൂടി വന്ന് ദുനിയാവിന്റെ അലച്ച നന്നായി മനസ്സിലങ്ങോട്ട് പിടിവിട്ട് കഴിഞ്ഞാൽ ഹരീസുൻ ഇല ദുനിയാ മുളിഉൽ ലിദീനിഹി വലൈസാ ലിമാ ഫീ ബൈതിഹി ബിമുളിഇ. ഒരു ഷായിർ പറഞ്ഞു, ദുനിയാവിനോട് അലച്ച കാണിക്കുന്നവൻ മുളിഉൽ ലിദീനിഹി, അവന്റെ ദീന് നഷ്ടപ്പെടുത്തുന്നവനാണ്. അലച്ച തീവ്രമാകുന്ന സമയത്തായിരിക്കും ഒരു പക്ഷേ അവന്റെ മുന്നിൽ ഫർളായ നിസ്കാരങ്ങൾ വന്നുവിടുക. പക്ഷെ ആ ഫർളായ ബാധ്യതകളെ ഈ അലച്ച തീവ്രമായി മറികടക്കും. എന്നിട്ട് ആ സമയത്തായിരിക്കും അവന്റെ ബിസിനസ്സിൽ കൂടുതൽ തിരക്ക്. അത് ചുരുങ്ങിയ സമയമുള്ള മഗ്രിബിനായിരിക്കും. ഇപ്പോഴെങ്ങാനും ഇത് നിർത്തിപ്പോയാൽ നഷ്ടം തീർക്കാൻ കഴിയില്ല. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഇശായിലേക്ക് വെക്കാം. ആ ഒരലച്ച കൂടി വന്നപ്പോൾ മഗ്രിബ് അങ്ങ് പോയി. പിന്നെ ഇശായിന് വലിയ തിരക്ക്, അതിനേക്കാളും വലിയ തിരക്ക്. ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ എന്ന് കരുതി അങ്ങനെ നീങ്ങി. അവന്റെ എല്ലാ ചെലവുകളും വരവുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ സുബ്ഹി വാങ്ക് കൊടുത്ത്. ഹരീസുൻ ഇല ദുനിയാ മുളിഉൽ ലിദീനിഹി വലൈസാ ലിമാ ഫീ ബൈതിഹി ബിമുളിഇ. ആഹിർസ്. എന്നാൽ കച്ചവടവും ബിസിനസ്സും നിയമാനുസൃതം നടത്തി നമ്മെ പഠിപ്പിച്ചവരാണ് നമ്മുടെ നേതാക്കളായ സ്വഹാബിമാർ. അവരുടെ കച്ചവടത്തെ സംബന്ധിച്ചും ഏർപ്പാടിനെ സംബന്ധിച്ചും അല്ലാഹു തആല പഠിപ്പിച്ചു, റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഅ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇസ് സക്കാ. എത്ര വലിയ കച്ചവടമാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഏർപ്പാടാണെങ്കിലും ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്, അല്ലാഹു ഉണർത്തിയ വിഷയങ്ങളിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധ തിരിഞ്ഞു പോകാത്ത തരത്തിലുള്ള കച്ചവടം, ഏർപ്പാടുകൾ, ബിസിനസ്സുകൾ, നിസ്കാരത്തിന്റെ ജമാഅത്തിൽ നിന്ന് ശ്രദ്ധ മാറിപ്പോകാത്ത വിധം, നിർബന്ധമായ സക്കാത്ത് വീട്ടുന്നതിൽ നിന്ന് ഒരിക്കലും തെറ്റിപ്പോകാത്ത വിധം, ആ നിർബന്ധങ്ങളും ആ സുന്നത്തുകളൊക്കെ പരിഗണിച്ചുള്ള ആ മഹാന്മാരെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിച്ചത് റിജാലുൻ, അവരാൺകുട്ടികളാണ്. അവരാണ് സത്യത്തിൽ ശരിക്ക് പൗരുഷം പൂർണ്ണമായ ആളുകൾ, റുജൂലിയത്ത് കാമിലായ ആളുകൾ. അവരെ പറ്റിയാണ് ശരിക്കൊരു പുരുഷന്മാർ, ആൺകുട്ടികൾ എന്ന് പറയാൻ പറ്റുക. ആണത്വം അതാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവിന് വേണ്ടി ദീന് മറന്നില്ല. ദുനിയാവ് അതിന്റെ രൂപത്തിൽ കൊണ്ടുപോകുമ്പോൾ തന്നെ എല്ലാ പരിഗണനകളും വിശുദ്ധ ദീനിന് നൽകി
ഇഖാമിസ്സലാ എന്ന അള്ളാഹു പറഞ്ഞ നിസ്കാരം എന്നല്ല, സംഘടിത നിസ്കാരം, ജമാഅത്ത്. ടൈം ആകുമ്പോ അടച്ച് അള്ളാഹു അപ്പൊ നഷ്ടാവൂലേ? ഇത് നഷ്ടൊന്നും ആകൂല. തരുന്നവൻ അള്ളാഹു അല്ലേ, ഇഷ്ടം പോലെ തരും, ഒരു കുറവുണ്ടാകൂല. അതങ്ങനെ നിയ്യത്താക്കുന്ന ആളുകൾക്ക് ഒരു കുറവുമില്ല. ഇന്നും കുറവില്ല, അന്നും കുറവില്ല. എന്താണ് അവർ അതിന്റെ പിന്നിൽ പ്രേരിപ്പിച്ച തത്വം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. ആ മഹത്തുക്കൾ ഒരു ജീവിതം, ഒരു ദിനം അവർ ഭയക്കുന്നു, പേടിക്കുന്നു. ആ ദിവസത്തിൽ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, മനുഷ്യന്റെ മനസ്സും കണ്ണുകളൊക്കെ പരിഭ്രമമാകുന്ന ദിവസമാണ്. കണ്ണൊക്കെ മേൽപോട്ടുയർന്നു പോകും. പരിസരത്തുള്ളവരെ നോക്കാൻ കണ്ണിന് സമയം കിട്ടില്ല. ആരൊക്കെ എന്റെ മുന്നിലും പിന്നിലും ഉള്ളത് ബേജാറ് കൊണ്ടറിയില്ല. ആഖിറത്തെ പേടി കൊണ്ടാണ് അവർ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി നിർവഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം കൊടുക്കുമെന്ന് തൊട്ടു താഴെ അല്ലാഹു പഠിപ്പിക്കുന്നുണ്ട്. ചെറുതൊന്നല്ല അല്ലാഹു കൊടുക്കുന്നത്, ധാരാളം കൊടുക്കും. റബ്ബ് തആല നമ്മോട് കൽപ്പിച്ച കാര്യവും അതാണ്, ദുർവ്യയം ചെയ്യരുത്, ദുരുപയോഗം സമ്പത്ത് കൊണ്ട് നടത്തരുത്. ഇഷ്ടം പോലെ സമ്പത്തുള്ള ഒരു സഹാബി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നു. ബനൂ തമീം ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി ദൂ മാലിൻ കസീർ, ഞാൻ ധാരാളം സമ്പത്തുള്ള ആളാണ്. വദൂ അഖിലിൻ വവലദിൻ വഹാദിറ, ഒരുപാട് ഭൂസത്ത് എനിക്കുണ്ട്, ഭാര്യ മക്കളുണ്ട്. ഞാൻ എങ്ങനെ ചെലവഴിക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, തങ്ങളൊന്ന് പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പറഞ്ഞു, തഖ്റുജു സകാത മിൻ മാലിക്, നിന്റെ സ്വത്തിൽ നിന്ന് നീ സകാത്തിന്റെ വിഹിതം നൽകണം, അതിന്റെ വിഹിതം കണക്കാക്കി നീ കൊടുക്കണം. ഫഇന്നഹാ തുഹറത്തുൻ തുതഹിറുക്, നീ ആ കൊടുക്കുന്ന ചെറിയ ശതമാനമില്ലേ, വിഹിതമില്ലേ, നിന്നെ മൊത്തം ശുദ്ധീകരിക്കുന്നതാണ്. സമ്പത്ത് മാത്രമല്ല സക്കാത്ത് കൊടുക്കുന്ന ആൾക്ക് ശുദ്ധമായി കിട്ടുന്നത്, മനസ്സ് ശുദ്ധമായി കിട്ടും. അള്ളാഹു നിർദ്ദേശിച്ച ഒരു ഫർള് വീട്ടിയതിലുള്ള സന്തോഷം, അവന്റെ ഖൽബ് ക്ലിയറായി കിട്ടും, നന്നായി കിട്ടും. അതിനു പുറമേ അള്ളാഹു ബറക്കത്ത് ധാരാളം നൽകും. അതുകൊണ്ട് നീ അത് കൊടുക്കണം. വതസിലു അഖ്രിബാക, നിന്റെ കുടുംബക്കാർക്ക് നിന്റെ സമ്പത്ത് കൊണ്ട് നീ നല്ല ഉപകാരം ചെയ്യണം. കുടുംബ ബന്ധം പുലർത്താൻ ആ സമ്പത്ത് ഉപയോഗിക്കണം. വതഅരിഫു ഹഖ്ഖസ്സാഇൽ, യാചകന്മാരുടെ ആവശ്യം നീ കണ്ടറിയണം. വൽ ജാറ വൽ മിസ്കീൻ, അയൽവാസിയുടെയും അതുപോലെ തന്നെ വൽ മിസ്കീനി, അഗതിയുടെയും ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കണം. കുറെ ആളുകൾ എണ്ണി പറഞ്ഞപ്പോ ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് കുറച്ച് തരണം, മഖ്ലില്ലി, കുറെ മെമ്പേഴ്സിനെ എണ്ണരുത്, കുറഞ്ഞ വിഭാഗത്തെ. അപ്പോഴാണ് ഈ ആയത്ത് ഓതിക്കൊടുത്തത്, വആതി ദൽ ഖുർബാ ഹഖ്ഖഹു വൽ മിസ്കീന വബ്നസ് സബീലി വലാ തുബദ്ദിർ തബ്ദീറാ. കുടുംബം, അഗതികൾ, യാത്രക്കാർ, യാത്ര ഉദ്ദേശിക്കുന്നവർ, അവർക്ക് നീ നൽകിക്കോ. ഈ ആയത്ത് കേട്ടപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഹസ്ബി യാ റസൂലല്ലാഹ്, എനിക്കിത് മതി, തൃപ്തിയായി. ഞാൻ എന്റെ സക്കാത്ത് തങ്ങൾ വിടുന്ന ദൂതന്റെ കൈവശം കൊടുത്താൽ ഫഖദ് ബരിഅതു മിൻഹാ ഇലല്ലാഹി വറസൂലി, ഞാൻ ആ വിഷയത്തിൽ നിന്ന് തീർത്തും ഒഴിവായില്ലേ, എന്റെ ബാധ്യത വീടൂലേ, ഞാൻ തന്നെ ഇവിടെ കൊണ്ടുതരണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വേണ്ട, ഇദാ അദ്ദൈതഹാ ഇലാ റസൂലി, ഞാൻ പറഞ്ഞേക്കുന്ന ആളെ വശം നിങ്ങൾ സക്കാത്തിന്റെ വിഹിതം കൊടുത്തു വിട്ടാൽ ഫഖദ് ബരിഅത മിൻഹാ, നിങ്ങൾ ആ ബാധ്യതയിൽ നിന്ന് ഒഴിവായി. ഫലക അജ്റുഹാ, നിങ്ങൾക്കതിന് കൂലി ലഭിക്കും. കൂലി മാത്രമല്ല, നിങ്ങൾക്കതിന് ചെലവാക്കിയതിന് പകരവും അല്ലാഹു തആല തരും. ഒരു നഷ്ടവും നിങ്ങൾക്ക് ലഭിക്കില്ല. നല്ല സമ്പന്നനായ സ്വഹാബി ഒന്ന് ചോദിച്ച പദങ്ങൾ പറഞ്ഞ ഉത്തരം അങ്ങനെയാണ്.